എനിക്ക് മരിച്ചാൽ മതി, ഇപ്പോൾ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചനന്തരം ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൻ കീഴിൽ കിടന്നുറങ്ങി. അവനുറങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവനെ തട്ടി ഉണർത്തി. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നപ്പോൾ കണ്ടത് കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും അവൻ്റെ തലക്കിലിരിക്കുന്നത് കണ്ടു. അവനത് എഴുന്നേറ്റ് തിന്നു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും അവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോട് നടന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് ഒരു സന്ദേശം. ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനെ തട്ടി ഉണർത്തി. ഏലിയാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു അഭിഷിക്തൻ തൻ്റെ ജീവിതയാത്രയിൽ ഇടയ്ക്ക് ശക്തമായ പോരാട്ടം ആഞ്ഞടിച്ചപ്പോൾ ഇപ്പോൾ മതി എന്ന് പറഞ്ഞ് മടുത്തുപോയ സമയങ്ങൾ, ക്ഷീണിച്ചുപോയ സമയങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ തളർന്ന് കിടക്കുന്നവൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞത്, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി ഇനിയും നിന്നിൽ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഇനിയും വിശാലമായ പദ്ധതിയുണ്ട്. ഇപ്പോൾ നീ തളർന്നു കിടക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തളർന്നിരിക്കുകയാണോ? ഇപ്പോൾ മതി കർത്താവേ, മടുത്തു എന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോൾ മതി, മടുത്തു എന്നൊക്കെ പറഞ്ഞ് പിൻവലിയുന്നവരുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഭക്തനോട് പറഞ്ഞത്, ഇന്നത്തെ നിന്റെ പ്രതിസന്ധിയും ഈ തിരയുമൊക്കെ പടകിനോട് ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചതുപോലെ നശിച്ചു പോകുന്നത് പോലെയുള്ള ചിന്തകൾ, സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ ശക്തമായിരിക്കാം. എന്നാൽ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. എൻ്റെ നിർണയമാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നിനക്ക് ദൂരെ യാത്രയുണ്ട്. നീ ഇവിടെ അവസാനിക്കേണ്ടവനല്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദര, നിനക്ക് ദൂരെ യാത്രയുണ്ട്. നിന്നെ ഒതുക്കിക്കളയാൻ ആർക്കും സാധ്യമല്ല. എത്ര വലിയ ശക്തമായ വെല്ലുവിളികൾ ഇന്ന് പകൽ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിനൊരാലോചനയുണ്ട്. നിനക്ക് ദീർഘദൂര യാത്രയുണ്ട്. എങ്ങനെ യാത്ര ചെയ്യാം? എങ്ങനെ ഈ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാം? പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു വീഴുന്നവരാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവരുടെ മുൻപിൽ ചെങ്കടൽ എന്ന വലിയ പ്രതിസന്ധി വന്നപ്പോൾ പുറകിലേക്ക് നോക്കിയപ്പോൾ ഫറവോനും അവൻ്റെ സൈന്യവും വരികയാണ്. മുൻപോട്ട് ചുവട് വയ്ക്കാനുള്ള ശക്തിയില്ല, വഴിയൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് ഇസ്രായേൽ പകച്ചു നിന്നു. അതെ, ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. പ്രതിസന്ധികളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നവരാണ്. ഏലിയാവിനെ പോലെ ഇവിടെ ഇതാ തളർന്നു കിടക്കുന്നവനാണ്. മതി എന്ന് പറയുന്നവരാണ്. എന്നാൽ എപ്പോഴാണ് അവർ മുൻപോട്ട് ചുവട് വെച്ചത്? ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് നീ പറ, എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അവരോട് മുൻപോട്ട് പോകാൻ പറ. ദൈവത്തിൻ്റെ വചനം അവിടെ മുഴങ്ങി. ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് അവർ മുൻപോട്ട് ചുവട് വെച്ചപ്പോൾ കണ്ടത് പ്രതിസന്ധി വഴിമാറുന്നതാണ്. ചെങ്കടൽ വഴിമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ഏലിയാവ് കഴിച്ചതൊരു കനൽ ചുട്ടൊരടയാണ്, അപ്പമാണ്. പഴയ നിയമത്തിൽ കാണുന്ന അപ്പം പുതിയ നിയമത്തിൽ പൊരുളായി വെളിപ്പെടുന്നത് വചനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ദീർഘദൂര യാത്രയുണ്ട്. നിങ്ങൾ തളർന്നു കിടക്കേണ്ടവരല്ല. ഇന്ന് പകൽ ദൈവം നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു മുന്നേറ്റമുണ്ട്.
ഏലിയാവിനെ തട്ടി ഉണർത്തി ഏലിയാവ അട കഴിച്ചപ്പോൾ, ദൈവം കൊടുത്ത അപ്പം കഴിച്ചപ്പോൾ അവൻ ബലപ്പെട്ടു, അവൻ ശക്തി പ്രാപിച്ചു. അവൻ വീണ്ടും മുൻപോട്ട് തന്നെ ചുവടുകൾ വെച്ചതുപോലെ ഇന്ന് പകൽ നീ ദൈവവചനത്തെ ഏറ്റെടുത്ത്, ദൈവം നിന്നോട് കൂടെയുണ്ട്. കൊരേശിനോട് ദൈവം പറഞ്ഞു, കൊരേശിൻ്റെ വലം കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, കൊരേശ് നീ എൻ്റെ ഇടയനാണ്. പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം അവൻ്റെ വലം കൈക്ക് പിടിച്ചു, വാതിലുകൾ തുറന്നു വെച്ചു, അവന് മുൻപേ കടന്നുപോയി ദുർഘടങ്ങളെ നിരപ്പാക്കി. ഇന്ന് പകൽ വിശ്വസിക്കണം, നീ എഴുന്നേറ്റാൽ എഴുന്നേൽക്കുന്ന ദൈവമാണ്. ഉറങ്ങുന്നവനെ, നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഴുന്നേറ്റ് പ്രകാശിക്കുക. അതെ, നിങ്ങൾ എഴുന്നേറ്റാൽ കിടക്കുന്നത് നിങ്ങൾ തന്നെയാണ്, എന്നാൽ എഴുന്നേൽക്കുന്ന ദൈവമാണ്. നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നത് വചനമാണെങ്കിൽ എഴുന്നേൽക്കുന്നത് ദൈവമാണ്. നിങ്ങളിൽ ഇന്ന് പകൽ ദൈവം എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുമ്പിലുള്ള ദുർഘടങ്ങൾ നിരപ്പാകാൻ പോവുകയാണ്. താമ്രവാതിലുകളെ ദൈവം തകർക്കാൻ പോവുകയാണ്. എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.